ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് എല്ലാ കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഗോൽഗപ്പയുടെ റെസിപ്പിയാണ്. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു റെസിപ്പി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ഗോൽഗപ്പ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ സ്ട്രീറ്റ് സൈഡിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൽഗപ്പ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഗോൽഗപ്പ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണിത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് പൂരി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമില്ല, ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഗോൽഗപ്പ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ റെഡിമെയ്ഡ് പൂരിയുടെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 10 പേർക്കുള്ളത് ധാരാളം അതിലുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗോൽഗപ്പൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ 2 ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്ത് നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്മാഷർ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ് പൂരി നമുക്ക് ആവശ്യമില്ല, വീട്ടിൽ തന്നെ പൂരിയും കൂടിയും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ പാനിപ്പൂരി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു പൂരി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് അതിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാണ്ട് കൂടുന്നതുകൊണ്ടാണ് ഈ തവണ ഇതുപോലത്തെ റെഡിമെയ്ഡ് പൂരി വാങ്ങിച്ചിട്ടുണ്ടായത്. ഇനി നമുക്ക് ഈ ഒരു ഉരുളങ്കിഴങ്ങിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സവോള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനെല്ലാം അളവ് നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കെല്ലാം ചെയ്യാം. പിന്നെ സാധാരണ നമ്മൾ കറി വെക്കൂലേ, ആ ഒരു കടലയാണിത് നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അത്ര മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഒരു സവോളയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞി ബൗളിൽ ഫുള്ളായിട്ട് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫില്ലിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗോൽഗപ്പയ്ക്കുള്ള നല്ല എരിവുള്ള പാനി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ ഒരു പാനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മൾ എരിവിന് കണക്കായിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലേശം പുതിന ഇലയും അതുപോലെ തന്നെ കുറച്ചേറെ തന്നെ മല്ലിച്ചപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും അതുപോലെ തന്നെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ കേട്ടോ, പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കഷ്ണം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇത് ഈ രീതിയിലാണ് ഉണ്ടാകുക. പച്ചമാങ്ങ ഓപ്ഷനിൽ മാത്രമാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് നമ്മളൊരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അരക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുറച്ചേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പാനി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് കണക്കായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടിയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ലേശം പുളിവെള്ളം, ഇതിൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അത്ര പുളിവെള്ളം കൂടി ഉണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കളറിലുള്ള പാനി റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഏകദേശം 1 കപ്പോളം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു അച്ച് ഫുള്ളായിട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ കട്ടാ മിഠാ പാനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റെഡ് കളറിൽ നമുക്കൊരു പാനി തരുമ്പോൾ വരെ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പാനിയിൽ എരിവാകട്ടെ അതുപോലെ തന്നെ പുളിയാകട്ടെ മധുരമാകട്ടെ എല്ലാം ഒരേപോലെ ഉണ്ടാകുക, കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ടാണ് ഉണ്ടാകുക. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഫുള്ളായിട്ട് വറ്റിപ്പോകരുത്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ റെഡ് കളറിലുള്ള പാനിയും കൂടിയും പ്രിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് അടുത്തതായിട്ട് നമ്മുടെ പൂരി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു റെഡിമെയ്ഡ് പൂരിൻ്റെ ഷീറ്റില്ലേ അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ എടുക്കാണ്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ടെടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്നാലേ രണ്ട് ഭാഗം ഒരേപോലെ തന്നെ ക്രിസ്പി ആയി കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു കളറായി കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൂരി എല്ലാം കോരി വേറൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോൽഗപ്പ ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഗോൽഗപ്പക്ക് വേണ്ടിയ റെഡ് കളറിൻ്റെ കട്ടാ മിഠ പാനിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളറിൻ്റെ പാനിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ പൂരിയും ഒക്കെ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഒരേ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ കുറച്ച് മിക്സ്ചറും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ 2 പാനിയിലും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും കൂടിയും കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പൂരി എടുത്തതിന് ശേഷം ആ പൂരിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഈ ഒരു റെഡ് കളറിൻ്റെ പാനിയില്ലേ അതൊരു ടേബിൾ സ്പൂൺ അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ഗ്രീൻ കളറിൻ്റെ പാനിയിലും കൂടിയും ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അപ്പാരും എടുത്ത് വായിലിടുക കേട്ടോ. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തഡാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.